നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശേ, ഞങ്ങൾ എല്ലാരും കൂടി വൈകുന്നേരം വീട്ടിലേക്ക് വരാനിരുന്നതാ. ആണോ? ആകാശിന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഞങ്ങൾ എല്ലാരും വിഷമിച്ചുപോയി. പ്രാർത്ഥിക്കുമായിരുന്നു ആകാശിന് ഒരു കുഴപ്പമുണ്ടാവാതെ പുറത്തു വരണമെന്ന്. ഇപ്പൊ സന്തോഷായി ആകാശേ. താങ്ക്സ്. ആകാശേ, ആശംസകൾ. താങ്ക്സ് ചേട്ടാ. അതെ, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ശ്രേയ മാഡം അല്ലേ? അതെ രാജേന്ദ്രേട്ടാ, മാഡം കാരണമാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. മാഡത്തിനോടൊരു താങ്ക്സ് പറയാൻ കൂടിയാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. മാഷേ, ചാരു, ആകാശിനേക്കാൾ കൂടുതൽ വിഷമിച്ചത് നിങ്ങൾ രണ്ടുപേരുമായിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കും വേണ്ടി കൂടെയാ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. താങ്ക് യു സൗമ്യ. നിങ്ങളെപ്പോലുള്ളവരുടെ കൂടെ ആകാശിന് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ആകാശേ, മാഷിന്റെയും ചാരുവിന്റെയും കൂട്ടി ശ്രേയ മാഡത്തിനൊന്ന് കണ്ടിട്ടോ. ശരി രാജേന്ദ്രേട്ടാ. മുരുക, ശ്രേയ മേഡത്തോട് ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് വാ. ഇപ്പൊ പറയാം സാർ. മാഡം, ആകാശ് സാറും വൈഫും അച്ഛനും കാണാൻ വന്നിട്ടുണ്ട്. ആകാശിന്റെ അച്ഛനോടും വൈഫിനോടും മാത്രം അകത്തേക്ക് വരാൻ പറ. ശരി മാഡം. ആകാശ് സാർ, മാഷിനോടും സാറിന്റെ വൈഫിനോടും മാത്രം അകത്തേക്ക് എല്ലാം പറഞ്ഞു. ആകാശിനെ രക്ഷിച്ചത് മേഡം അല്ലേ? അപ്പൊ ആകാശല്ലേ മേഡത്തോട് നന്ദി പറയേണ്ടത്? അതൊന്നും എനിക്കറിയില്ല സാർ. മാഡം പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. അച്ഛാ, എന്നെ നോക്കണ്ട, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ശരി, മാമോളെ. ശരി. ബാലമാമേ, എന്താ മോളെ? ഞാൻ വരുന്നില്ല ബാലമാമേ, മാമൻ പോയിട്ട് വാ. എന്താ മോളെ? അക്കൊച്ചേട്ടനില്ലാതെ ഞാനില്ല. ബാലമാമ പോയിട്ടോ. മേഡം നമ്മളോട് രണ്ടുപേരോടും ചെല്ലാൻ പറഞ്ഞല്ലേ? മോളും കൂടെ വാ. എനിക്ക് താല്പര്യമില്ല ബാലമാമേ. കാക്കുത്തി, എനിക്ക് എപ്പോ വേണമെങ്കിലും മേഡത്തെ കണ്ട് താങ്ക്സ് പറയാലോ. നീ വന്നിട്ട് കാണാതെ പോകുന്നത് ശരിയല്ല. ചെന്ന് സംസാരിക്കും. ഞാനല്ലേ പറയുന്നത്? വാ മോളെ. ശരി അക്കുച്ചേട്ടാ. നമസ്കാരം മാഡം. നമസ്കാരം. ഇരിക്കും മിസ്സസ് ആകാശ്. മാഡം, സത്യം പറഞ്ഞ ഞങ്ങളെല്ലാവരും മാഡത്തോട് ദേഷ്യത്തിലായിരുന്നു. ആ ദേഷ്യം ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു തെറ്റിദ്ധാരണ കാരണമായിരുന്നു. അതൊന്നും സാരില്ല മാഷെ. മനസ്സിൽ തോന്നുന്നൊന്നും ചിലപ്പോൾ സത്യമായി കൊള്ളുന്നില്ല. സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ ഒരാളെക്കുറിച്ചും മുൻവിധി പാടില്ല എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. മാഡത്തിന് ആകാശിനോട് എന്തോ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിന്റെ കാരണം എനിക്കറിയില്ല. അവനോടൊരു ദേഷ്യം കാരണം മേഡം അവനെ ഓഫീസിൽ വെച്ച് കഷ്ടപ്പെടുത്തും, അവന്റെ ജീവിതം ഇല്ലാതാക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഒന്നും മനസ്സിൽ വെക്കാതെ എൻ്റെ മോനെ, മേഡത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ മേഡം സഹായിച്ചു. ഞാനും എൻ്റെ കുടുംബവും മേഡത്തോട് നന്ദി പറയാണ്. എന്തിനാ മാഷെ നന്ദിയൊക്കെ? ആകാശിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ മാഷെ. ആകാശ് എന്റെ ഓഫീസിലെ സ്റ്റാഫല്ലേ. അങ്ങനെ ഒരാളെ കൈവിട്ട് കളയാൻ എനിക്ക് പറ്റില്ലല്ലോ. ആർക്കും വിട്ടുകൊടുക്കാനും പറ്റില്ല.
ആകാശിനെ മാത്രമല്ല, ഈ ഓഫീസിലെ മറ്റെല്ലാ സ്റ്റാഫുകളാണെങ്കിലും ഞാൻ അവരുടെ കൂടെ നിൽക്കണ്ടേ? സന്തോഷമായി മാഡം. മാഷിന്റെ മരുമോൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നെ? ഈ മിസ്സസ് ആകാശിന് എന്നോടൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. താങ്ക്സ് മാഡം. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താങ്ക്സ് കിട്ടാൻ വേണ്ടി ആകാശിനെ ഞാൻ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. സന്തോഷം മാഡം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാഡം അത് തെറ്റായിട്ടെടുക്കരുത്. പറഞ്ഞോളൂ മാഷെ. അല്ല, ഈ ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ ആകാശ് മാഡത്തോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കാം. മാഷെ, ജീവിതത്തില് സംഭവിക്കുന്ന ചില കാര്യങ്ങള് തിരുത്താൻ പറ്റില്ല. തോറ്റുപോയ ജീവിതത്തിന് റീവാലുവേഷനും ഇല്ല. ഒരധ്യാപകനായ അങ്ങേക്ക് ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അല്ല മാഡം, ആകാശിനോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ. വേണ്ട മാഷെ, അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ശരി മാഡം, മാഡത്തിന് എപ്പോഴെങ്കിലും അത് പറയാൻ തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം. ശരി മാഷെ. ആകാശ് ഒരു പാവാണേ, അവനെ നോക്കിക്കോണേ. ഷുവർ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. മാമോളെ. മേഡം എന്ത് പറഞ്ഞാ? പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? മാഡം വളരെ നന്നായിട്ടാണ് സംസാരിച്ചത്. ആണോ കാക്കുതി? ആ അതെ കൊച്ചു. എന്നാ നമുക്ക് പോവാം. ആകാശ് സാർ, സാറിന് മിസ്സസിനോട് മാഡത്തിനൊന്ന് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്താ മോളെ ആലോചിക്കുന്നത്? പോയി സംസാരിച്ചിട്ട് വാ. ശരി ബാലമാമേ. അക്കുച്ചേട്ടാ, ഞാൻ പോയിട്ട് വരാം. ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. പോയിട്ട് വാ.